നവകേരള യാത്രക്കിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ഗൺമാനും ചേർന്ന് കെഎസ്യു പ്രവർത്തകരെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ നവകേരള യാത്രയിൽ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടായതായും സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നും മുതിർന്ന സിപിഐ നേതാവ് സി ദിവാകരൻ വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തെ തുടർന്നുള്ള കേസിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായത്. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ചതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. അതേസമയം നവകേരള യാത്രയിൽ പോലീസിന്റെ അനാവശ്യ ഇടപെടൽ ഉണ്ടായതായും സുരക്ഷാ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെയാണോ എന്ന് പരിശോധിക്കണമെന്നും മുതിർന്ന സിപിഐ നേതാവ് സി ദിവാകരൻ വ്യക്തമാക്കി. ഈ പോലീസും ഈ യുവജനങ്ങളും ഇല്ലാതെ തന്നെ ഒരു ചരിത്ര സംഭവമായിട്ട് അത് മാറിക്കൊണ്ട് വരുന്ന സമയമായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചില വീഴ്ചകളോ കുറവുകളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ സ്വയം വിമർശനം എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. നമുക്കിതെല്ലാം കുറച്ചൊന്ന് ഒഴിവാക്കി കൂടായിരുന്നോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ എന്നോട് ചോദിക്കുന്നത്. അയാൾ ഗൺമാനാണെന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. അതാരും വ്യക്തമായിട്ട് പറയുന്നില്ല. എനിക്ക് ആ ഗൺമാന്മാരെ എല്ലാം അറിയാം. ഇയാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നവകേരള യാത്രയിലെ പോലീസിന്റെ അപ്രമാദിത്വം അതിരുവിട്ടെന്ന് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ വിമർശനമുള്ള പശ്ചാത്തലത്തിലാണ് സിപിഐ മുതിർന്ന നേതാവ് തന്നെ പോലീസിനെതിരെ രംഗത്ത് വന്നത്. അതേസമയം ഡിസംബർ 20 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ വ്യാപക അക്രമം നടന്നതായി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ജനം, തിരുവനന്തപുരം.